അമ്മാവൻ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ വാതിലും ജനലും സീലിങ്ങും എന്തൊക്കെ പൊളിക്കാൻ പറ്റും അതൊക്കെ പൊളിച്ചു മാറ്റിക്കോ. എന്തിന്? ചേച്ചി വർക്കൗട്ട് ചെയ്യുവാ, പൊക്കം വെക്കാനുള്ള വർക്കൗട്ട് ചെയ്യും. ഒരു ദിവസമൊക്കെ കൊണ്ട് പൊക്കം വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങാനും ബുദ്ധിമുട്ടി പോവില്ലേ? മക്കളെ, നിനക്ക് ആവശ്യത്തിനുള്ള പൊക്കം ഇല്ലേടി, എന്തിനാണ് കൂടുതൽ പൊക്കം വയ്ക്കുന്നത്? ഇനിയും കൂടുതൽ പൊക്കം വെച്ചാലേ നല്ല പയ്യന്മാരെയൊന്നും കിട്ടൂല. നല്ല പയ്യന്മാരെ എനിക്ക് ബാച്ചായ പയ്യനെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഇവിടെ തൂങ്ങാൻ പറ്റിയ സ്ഥലം ഏതാണ്? നീ എന്തിനടി ഒന്ന് പറഞ്ഞ് രണ്ട് തൂങ്ങാൻ നിൽക്കുന്നത്? അതുപോലെ ഈ വീട്ടിനകത്ത് തൂങ്ങിച്ചാവാന്ന് ഞാൻ സമ്മതിക്കാന്നില്ല. ഇത് ആ തൂങ്ങലല്ല, ചിന്നപ്പൻ. അതാരപ്പൻ? എന്റെ കുഞ്ഞമ്മയുടെ ഞാൻ കണ്ടുപിടിച്ചോളാം. അസൂയ എല്ലാത്തിനും അസൂയ. എനിക്ക് പൊക്കം വന്നിട്ട് അസൂയ. കണിക്കല്ലേ അതെന്തോ സൗണ്ട് മക്കളെ. ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്റെ ദൈവമേ, വേണ്ട പൊക്കം വെക്കണം. എന്റെ ഈശ്വരാ, എന്റെ ഈശ്വര, അയ്യോ എവിടെ ഇതായിരുന്നോടി നിന്റെ ഹൈറ്റ് വയ്ക്കാനുള്ള എക്സസൈസ്? ഏത് യൂട്യൂബ് ചാനൽ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടെ ഒന്ന് കണ്ടുപിടിക്കാനായിരുന്നു. എടുത്തോണ്ട് പോടി. അയ്യോ എന്റെ പൊന്നു മോളെ, നീയാ ചെല്ലടി ഇതൊക്കെ ചെയ്തു വെച്ചത്. എന്താ ഈ ചന്ത ഇടിച്ച് വീണത് മാത്രമായി? ഓക്കെ അല്ലേ? നീ പിടിക്കാൻ അയ്യോ അമ്മ ഒരു കാര്യം പറയട്ടാ, മോളെ കേക്കോ? എന്റെ പൊന്നു മോളെ, ദൈവം എല്ലാരെയും സൃഷ്ടിച്ചത് ഒരുപോലെ അല്ല. ഒരാളിന് ചിലപ്പം പൊക്കം കൂടുതലായിരിക്കും, വേറൊരാൾക്ക് പൊക്കം കുറവായിരിക്കും. ഒരാൾ നേരെ വെളുത്തതായിരിക്കും, വേറൊരാൾക്ക് കറുത്തതായിരിക്കും. അതുപോലെ തന്നെ ഒരാൾ നല്ല തടി കാണും, ബാക്കിയുള്ളവർക്ക് ചെറിയതായിരിക്കും. എന്താണോ ദൈവം തന്നത് അതിനെ സന്തോഷമാറ്റി വെച്ച് ജീവിക്കാൻ നോക്കണം. മോക്ക് മനസ്സിലായ? ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തടി പറ. ഒരാള് ചാവാൻ കിടക്കുമ്പോഴാണ് അമ്മാവ ഇങ്ങനെ പുരാണം പറയുന്നത്. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകാൻ കാലമാടാ. അത് മാത്രല്ല, അമ്മാവനെ എവിടെ നിന്ന് ഇത്രയും അറിവൊക്കെ കിട്ടിയത്? അത് പിന്നെ പറയാടി. അതൊക്കെ മങ്കി സിംഗിന്റെ കഥകളാണ്. ഒടുക്കത്തെ മങ്കി സിംഗ്. അയ്യോ എന്നെ എടുത്തോണ്ട് പോയേ. അയ്യോ അയ്യോ തട്ടാതെ പുട്ടാതെ കൊണ്ടുപോയി ഡിക്കെല്ലാം പോയേ.